എല്ലാ കൂട്ടുകാർക്കും അച്ചസ് ഫ്ലേവറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി പരിചയപ്പെടാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് വെണ്ടക്കയും തക്കാളിയും വെച്ചിട്ടാണ്. അപ്പോൾ ഇനി എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 5 വെണ്ടക്ക ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളിയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 4 പച്ചമുളക് എടുത്തേക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ ഒരു 2ഓ 3ഓ ഒക്കെ എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഒരു അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്, അതിന് വേണ്ടിയിട്ടാണിത്. പിന്നെ ആവശ്യത്തിന് എണ്ണ കൂടെ വീഡിയോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അത് ഇപ്പോൾ ഇഞ്ചിയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് വെണ്ടക്കയാണ്. വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. ഈ വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു ഈളപ്പ് പോലെ ഇത് വരും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ആ സ്റ്റിക്കി ആയിട്ടുള്ള ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇനി ഈ തക്കാളിക്ക് വെണ്ടയ്ക്കും ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തീ ഒരു ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. തക്കാളിക്കൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വെണ്ടക്ക ഓൾമോസ്റ്റ് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഒരു മീഡിയം തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാനായി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതേപോലെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ വെന്തോന്ന് നോക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ തക്കാളിയും വെണ്ടക്കയും വെന്തോന്ന് നോക്കാം നമുക്ക്. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിങ്ങനെ ഒറ്റയടിക്ക് തിളപ്പിക്കാതെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ പിരിഞ്ഞതുപോലെ കിടക്കും കറി. അപ്പോൾ ഇങ്ങനെ പതിയെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പ് നോക്കുക, ഉപ്പിൽ കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. അത് മറക്കാതെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 പിഞ്ചോളം കായപ്പൊടിയാണിത്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അളവ് ഒരു കയ്പ് ഉണ്ടാവും. അപ്പോൾ 2 പിഞ്ച് മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത്. നല്ല ടേസ്റ്റുമാണ്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. മറന്നു പോകരുത് ലൈക്ക് ചെയ്യാൻ. ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള അടിപൊളി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്.